ജഗത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള ജഗദധിപനായിട്ടുള്ള ആ ഭഗവാന്റെ രാജ്യാഭിഷേകമാണ്. പട്ടാഭിഷേകം ഏറ്റവും മനോഹരമായിട്ടുള്ള നയനാനന്ദകരമായിട്ടുള്ള കാഴ്ച രാമായണത്തിൻ്റെ. യഥാർത്ഥത്തിൽ അത് മോക്ഷത്തിൻ്റെ കാഴ്ച കൂടിയാണ്. ആ മനുഷ്യജീവൻ അതിൻ്റെ ഏറ്റവും പൂർണ്ണാവസ്ഥയിൽ പരിപൂർണമായിട്ടുള്ള ആനന്ദത്തെ പ്രാപിക്കുന്ന അവസ്ഥ അത് കാണിച്ചു തരികയാണ് ഭഗവാന്റെ രാജ്യാഭിഷേകം. രാവണവധമൊക്കെ കഴിഞ്ഞ് രാജ്യം ലങ്ക വിഭീഷണന് കൊടുത്ത് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും വിഭീഷണനും സുഗ്രീവനും വാനരാദികളും ഒക്കെ നേരെ അയോധ്യക്ക് പുറപ്പെട്ടു. അവിടെ നന്ദിഗ്രാമത്തിൽ വെച്ച് ഭരതനെ കണ്ട് ഭഗവാൻ ചേർത്ത് കെട്ടിപ്പിടിച്ചു. ഭരതൻ പറയുന്നുണ്ട്, ഭഗവാനെ, അങ്ങയുടേതായിട്ടുള്ള ഏതൊരു രാജ്യമാണോ ഞാൻ അങ്ങയുടെ ഈ മെതിയടികൾ വെച്ച് അതിൻ്റെ പ്രതിനിധിയായിട്ട് പരിപാലിച്ചത്, ആ രാജ്യം അങ്ങയ്ക്ക് തിരികെ സമർപ്പിക്കുകയാണ്. ഭരതൻ രാജ്യം പരിപാലിക്കുമ്പോഴും രാജാവായിട്ട് അവിടെ ആ രാജാവിൻ്റെ പ്രതിനിധിയായിട്ടിരിക്കുന്നത് ഭഗവാന്റെ മെതിയടികളാണ്. അപ്പോഴും ചക്രവർത്തി ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന് രാജ്യത്തെ ആ കാൽക്കൽ വെച്ച് ഭഗവാന്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ച് അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളിലേക്ക് പോവുക. ഭഗവാൻ അയോധ്യയിലെത്തിയപ്പോൾ പുഷ്പക വിമാനത്തെ തിരിച്ചയച്ചു. എന്നിട്ട് പുഷ്പക വിമാനത്തോട് പറഞ്ഞു, വൈശ്രവണൻ്റെ അടുത്തേക്ക് തന്നെ നീ പോവുക. വൈശ്രവണൻ്റേതായിരുന്നു അത്. രാവണൻ വൈശ്രവണൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതാണ്. ആ വൈശ്രവണനെ തന്നെ നീ സേവിക്കുക. എപ്പോഴാണോ എനിക്ക് ആവശ്യം വരുന്നത് അപ്പോൾ മാത്രം ഞാൻ നിന്നെ വിളിക്കാം. നിന്നെ ആരും തടയില്ല. എല്ലാ ബന്ധുക്കളെയും കണ്ടു, മിത്രങ്ങളെയും കണ്ടു, അമാത്യന്മാരെ കണ്ടു, ഗുരുജനങ്ങളെയൊക്കെ കണ്ടു. ആ സമയത്ത് വസിഷ്ഠൻ, ഭരതശത്രുഘ്നാദികൾ, കേകയ്യപുത്രി, മറ്റ് മാതാക്കൾ എല്ലാവരും കൂടി ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അപേക്ഷിക്കുകയാണ്, ഭഗവാനെ, ഈ രാജ്യത്തെ അങ്ങ് പരിപാലിക്കണം. അങ്ങ് രാജാവായിട്ട് ഈ രാജ്യത്തിൻ്റെ അധിപനായിട്ട് അങ്ങ് വാഴണം. എല്ലാവരുടെ ആഗ്രഹം ഒന്ന് മാത്രമാണ്. ഇപ്പോൾ ഭഗവാൻ അവരോടായിട്ട് പറയുകയാണ്, നിങ്ങളാരും ഭയപ്പെടണ്ട, ആർക്കും ഖേദം ഉണ്ടാവണ്ട. ഈ രാജ്യത്തെ ഞാൻ വഴിപോലെ പരിപാലിക്കാം. അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യൂ. ഭരതൻ സുഗ്രീവനോട് അങ്കദനെയും കൂട്ടി ഭഗവാന്റെ അഭിഷേകത്തിനുള്ള എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. 4 സാഗരങ്ങളിൽ നിന്നുമുള്ള പുണ്യതീർത്ഥം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയെ, സുഷേണനെ, ജാമ്പവാനെ, അങ്കദനെ, ഈ 4 പേരെ ചുമതലപ്പെടുത്തി. നല്ല സ്വർണ്ണകുംഭങ്ങളിൽ ഭഗവാൻ അഭിഷേകം ചെയ്യാനുള്ള പുണ്യതീർത്ഥങ്ങൾ കൊണ്ടുവന്നു. ഭഗവാൻ ദിവ്യാംബരങ്ങൾ ധരിച്ചു. സീതാദേവി ദിവ്യാംബരങ്ങൾ ധരിച്ച് സർവാഭരണ വിഭൂഷിതയായിട്ട് നിൽക്കുക. ഇനി ഭഗവാന്റെ അഭിഷേകമാണ്. ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ആ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവുക. എല്ലാവരും ഉത്സുകരായിട്ട് നിൽക്കുക. ആ അഭിഷേകത്തിൻ്റെ പ്രഥമമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പൂർത്തിയായി. 1008 സ്വർണ്ണകുംഭങ്ങളിൽ ഭഗവാന് വേണ്ടിയിട്ടുള്ള ദിവ്യതീർത്ഥങ്ങൾ കൊണ്ടുവന്ന് അത് വേദജപത്തോട് കൂടിയിട്ട് അഭിഷേകം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. രത്നങ്ങൾ പിടിപ്പിച്ചിട്ടുള്ള വെഞ്ചാമരം നക്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ പിടിച്ചു. ഭഗവാന്റെ കൊട പിടിക്കുന്നത് ശത്രുഘ്നനാണ്. ആ സമയത്ത് ഭഗവാന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ ദേവേന്ദ്രൻ മനോഹരമായിട്ടുള്ളൊരു സ്വർണ്ണമാല കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് ഹനുമാൻ സ്വാമി അവിടെ കൊണ്ട് വെച്ചു കൊടുത്തു. എല്ലാ ദേവന്മാരും ആകാശമാർഗത്തിൽ വന്ന് ഭഗവാന് സാധു സാധു എന്ന് പറഞ്ഞു. പുഷ്പവൃഷ്ടി നടത്തി. സിദ്ധന്മാർ, കിംപുരുഷന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, ദേവന്മാർ എല്ലാവരും ആകാശമാർഗത്തിൽ ഭഗവാന്റെ പട്ടാഭിഷേകം കാണാൻ വേണ്ടിയിട്ട് നിൽക്കുക. വാമഭാഗത്ത് സീതാദേവി ഇരുത്തിയിട്ടുണ്ട്. ആ ജഗത്പിതാവും ജഗജ്ജനനിയും 2 പേരും ചേർന്നിരിക്കുക. പ്രപഞ്ചത്തിൻ്റെ ആകമാനൊരു കാഴ്ചയാണ് നമ്മൾ കാണുക. പ്രപഞ്ചനാഥനായിട്ടുള്ള ഭഗവാൻ അയോധ്യയുടെ അധിപതിയായിട്ട് ലക്ഷ്മണ ശത്രുഘ്ന ഭരതസമേതം ഹനുമാനാൽ സേവിതനായിട്ടിരിക്കുന്ന ആ കാഴ്ച ഏറ്റവും മനോഹരമായിട്ട് മനസ്സിൽ ആദ്യം ആ കാഴ്ച കൊണ്ടുവരിക. നമ്മളെല്ലാവരും ആ ഭഗവാനെ സാഷ്ടാംഗം പ്രണമിക്കുക. ആ സമയത്ത് ദേവന്മാരെ ഓരോരുത്തർ വന്നിട്ട് ഭഗവാനെ സ്തുതിച്ചു. ആദിത്യന്മാർ ഭഗവാനെ സ്തുതിച്ചു. കിന്നരന്മാർ സ്തുതിക്കുന്നുണ്ട്, യക്ഷന്മാർ സ്തുതിക്കുന്നുണ്ട്, ഗന്ധർവന്മാർ സ്തുതിക്കുന്നുണ്ട്. രാവണാന്തകനായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഭൂഭാരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള സാക്ഷാൽ ആദിനാരായണനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. വേദമൂർത്തിയായിട്ടുള്ള ആദ്യം അന്തവുമില്ലാത്ത ആ പരബ്രഹ്മസ്വരൂപത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാന് സാഷ്ടാംഗം പ്രണമിച്ചു. ആ കാഴ്ച നമ്മളെല്ലാവരും മനസ്സിൽ കണ്ട് ഈ അധ്യായം നമുക്കിവിടെ സമർപ്പിക്കാം.